2 പുതിയ സർവൈവൽ ത്രില്ലർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഇന്നലെ മിനിഞ്ഞാന്ന്. രണ്ടും ഞാൻ ഒരുമിച്ചാ കണ്ടത്. ഒന്നില് ഒരു മുതലയും, ഒന്നില് ഒരു സ്രാവും. ഒന്നല്ല കുറേ സ്രാവ്. രണ്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ബോളിവുഡ് പടമാണ് 'തൂ യാ മേ'. ഇത് ആക്ച്വലി തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു പടമാണ്. ഇവിടുന്ന് വലിയ റിലീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഇപ്പോൾ OTT വന്നപ്പോൾ കണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കപ്പിൾസ്, ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒരു ഇൻഫ്ലുവൻസേഴ്സാണ്. സോ അവർ രണ്ടുപേരും ഒരു പൂളിൽ സ്റ്റക്ക് ആവുകയാണ് വിത്ത് എ ക്രൊക്കഡൈൽ ഇന്നിറ്റ്. ഒരു വലിയ പൂള്, അത് ഒരു 20 അടി എന്തോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. സോ അതിൽ വെള്ളം മുഴുവൻ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പെടും. അതിൻ്റെ കൂടെ ഒരു മുതലയും കൂടെ ഉണ്ട്. സോ ഇവർ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സർവൈവ് ചെയ്യുമെന്ന് കാണിക്കുന്നൊരു സിനിമയാണ്. കുറച്ച് ഇല്ലോജിക്കൽ മിസ്റ്റേക്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഒരു സാധാരണ ഒരു പടം എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്താൽ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ സിനിമയുടെ ഒരു 2-2.5 മണിക്കൂറുണ്ട് ഈ സിനിമ. വലിയ പടമാണ്. അറിയാലോ ബോളിവുഡ് പടമായതുകൊണ്ട് ഈ ഒരു പ്ലോട്ട് ചെറുതായതുകൊണ്ടും ഇവരിതിനെ വലിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് ഈ സംഭവം വരിക. സോ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പും ഇവരുടെ ആ ഒരു ലൈഫും ഒക്കെയാണ് കൂടുതലായിട്ട് കാണിച്ചു തരിക. അതൊരു കെമിസ്ട്രി നമുക്ക് വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതൊരു സെയിം സാധനം ഒരു ഹോളിവുഡ് പടമായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു നോൺ ഇന്ത്യൻ മൂവി ആയിരുന്നെങ്കിലും ഒരു പക്ഷേ ഇത് 1 മണിക്കൂറിലോ ഒരു 1.5 മണിക്കൂറിലോ തീർത്തിട്ടുണ്ടാവും. അത്രയ്ക്കുള്ള പ്ലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് രസമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് സ്ഥിരം ക്ലീശ സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ സർവൈവൽ മോഡിലേക്ക് ഒരു പടം വരുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന നൈറ്റായിട്ട് തോന്നി. ആൻഡ് ഇതിൽ ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളിലൊക്കെ ചെറിയ കുറച്ച് പോരായ്മകളുണ്ടെങ്കിലും മിക്കതും ഒരു വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒറിജിനൽ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മാനറസും ഈ ചില നേരത്തൊക്കെ മുതലിങ്ങനെ വെറുതെ വായ തുറന്നൊക്കെ ഇരിക്കില്ലേ. സോ അതിനുള്ള കാരണം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ചെറുതായിട്ടൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. സോ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റായിട്ട് തോന്നി. ബോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയ 'തൂ യാ മേ' മുതലയാണ് പ്രശ്നം. വേറൊന്ന്, ഈ സിനിമയിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ഈ ഒരു പടത്തിൻ്റെ പേര് ട്രാഷ് എന്നാണ്. ട്രാഷാണോ എന്നറിയാം. THRASH. നെറ്റ്ഫ്ലിക്സിൽ മിനിഞ്ഞാന്ന് പുറത്തിറങ്ങിയ പടം. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും ഒരുമിച്ച് കണ്ടതുകൊണ്ട് എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. രണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള അപ്രോച്ചായിട്ട് തോന്നി. പക്ഷേ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ത്രാഷ് എന്ന് പറഞ്ഞ പടമാണ്. ഇതിന് റേറ്റിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ അത് വെച്ചിട്ട് കാണാതിരിക്കുന്നുണ്ട്. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. സംഭവം ആദ്യം ഒരു വലിയ ഹറിക്കേൻ വരും, വലിയൊരു കൊടുങ്കാറ്റ് വന്ന് മഴ, ആ കൊടുങ്കാറ്റ്, അതിൻ്റെ പ്രശ്നങ്ങൾ ഒന്ന്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കൊടുങ്കാറ്റിൻ്റെ ഭാഗമായിട്ട് കടൽ കയറും. സുനാമി അല്ല, ജസ്റ്റ് കടൽ കയറി വരും. സോ കടൽ കയറി കഴിഞ്ഞ് വന്നപ്പോൾ അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, ഈ കടലിൽ കൂടെ കുറേ സ്രാവുകൾ വരും, കൊമ്പൻ സ്രാവുകൾ. ഈ വമ്പൻ കൊമ്പൻ സ്രാവുകളൊക്കെ കൂടി അവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ സിനിമയിൽ കാണിച്ചു തരിക. ഫുള്ള് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ സ്രാവും കൂടി വന്നു കഴിഞ്ഞാൽ നിലത്ത് കാല് കുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ കാല് കുത്താൻ പറ്റില്ല. സോ ഇവർ അവിടെ നിന്ന് ഈ സ്രാവുകളുടെ ഇടയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിൻ്റെ ഇടയിൽ ഒരു സൈഡിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി കിടക്കുന്നുണ്ട്, ഒറ്റപ്പെട്ടൊരു വീട്ടിലൊരു കുട്ടി കിടക്കുന്നുണ്ട്, 2-3 പിള്ളേർ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്, വേറൊരു ആൾക്കാർ ബോട്ടിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് ആ ടൗണിലുള്ളത് കുറേ പേര് ചിതറി കിടക്കുമ്പോൾ അവരുടെ ഇടയിലൊക്കെ തന്നെ ഈ സ്രാവുണ്ട്. സോ ഇവരൊക്കെ തന്നെ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ കിടക്കുന്നവരൊക്കെ തന്നെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് കാണിച്ചു തരുന്ന ഒരു ചെറിയ പടമാണ്. ഒരു 1.5 മണിക്കൂറുള്ളൂ. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ക്ലീഷേഡായിട്ട് തോന്നിയെങ്കിലും ബാക്കിയുള്ള മേക്കിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്കെയിലും ഒക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം നല്ല പൈസ ചിലവാക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ പടമായതുകൊണ്ട് തന്നെ ആ ഒരു മിനിമം ക്വാളിറ്റി ഇതിലുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഷാർക്സിലായിക്കോട്ടെ, ഈ വെള്ളം കയറി വരുന്ന സീക്വൻസുകളെല്ലാം നല്ല നല്ല കിടിലിനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വേറെ ലെവൽ സംഭവം നല്ല രണ്ടും. പക്ഷേ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മുതലപ്പടം, ഒരു സ്രാവ് പടമാണ്. 2 നെറ്റ്ഫ്ലിക്സിലുണ്ട്, കണ്ടുവെക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.